ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എത്തിയെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഈ പ്ലാന്റ് പരിചയപ്പെടുത്താനാണ്. ഇതിൻ്റെ പേര് ഗോൾഡൻ ഡാലിയ അല്ലെങ്കിൽ റെഡ് ബർഗി എന്നൊക്കെ അറിയപ്പെടുന്ന പല പേരിൽ അറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ പ്രത്യേകത ഇത് എങ്ങനെ ഫ്ലവർ പെട്ടെന്ന് നിങ്ങൾക്ക് പൂക്കൾ കിട്ടണം അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതുപോലെ നമ്മുടെ കയ്യിൽ പ്ലാന്റ് സെയിലിനുണ്ട്. പൂക്കൾ കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, നടുമ്പോൾ ചെയ്യാൻ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ഏറ്റവും വലിയ പ്രത്യേകത, ഈ ഒരു പ്ലാന്റിന് നമുക്കൊരു നോർമലി ആ പ്ലാന്റ് നിൽക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഇതുപോലെയാണ് ഈ ഒരു പ്ലാന്റ് നോർമലി നമുക്ക് നിൽക്കുന്ന പ്ലാന്റ്. ഇതുപോലെ ലീവ്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്ലാന്റിൽ ഇത് എപ്പോഴാണോ ഇതിന് ഫ്ലവറിങ് പീരീഡ് ആവുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി അറിയാൻ വേണ്ടി പറ്റും. ഇതുപോലൊരു കട്ടിയുള്ള ഒരു സ്റ്റെം വരും. ആ സ്റ്റെം വന്നതിന് ശേഷം മുകളിലോട്ട് പോയിട്ട് ഇങ്ങനെ നിറച്ച് പൂക്കൾ നമുക്ക് തരാറുണ്ട്. കണ്ടോ, അത്യാവശ്യം നല്ല കാണാനൊരു പ്രത്യേക ബ്യൂട്ടിയാണ്. കൊല നിറച്ച് പൂക്കളുണ്ടാവും. ഓക്കെ, അങ്ങനത്തെ പ്ലാന്റ് ആണിത്. ഇതിൻ്റെ പേര് നമ്മുടെ ഗോൾഡൻ ഡാലിയ എന്നറിയപ്പെടുന്നുണ്ട്. പലരും പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. കണ്ട, ഇതുപോലുള്ള വീട്ടിലൊക്കെ ഇതിൻ്റെ ഇടയ്ക്കിരിക്കും. സൂക്ഷിച്ചോളണം, കള്ളച്ചെറുക്കന ഇവ എൻ്റെ എല്ലാത്തിനെയും തിന്ന് തീക്കും. ഓക്കെ, വീഡിയോ മാറ്റിയിട്ട് അവൻ നമുക്ക് പണിയെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു പ്ലാന്റ് അതിൻ്റെ ഫ്ലവർ നമുക്ക് അത്യാവശ്യം നല്ല അടുക്ക് ഫ്ലവറാണ്. ഈ ഫ്ലവർ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പിന്നെ നിറച്ച് പൂക്കൾ തരും. ഏകദേശമുള്ള ആൾക്കാരുടെ വീട്ടിലുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് ഈ പൂ കണ്ടിട്ടുണ്ടായിരിക്കും. ഒത്തിരി പേര് നമ്മളെ കയ്യിൽ നിന്ന് ഈ പ്ലാന്റ് മേടിക്കാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ലാസ്റ്റ് വീഡിയോ ഞാൻ ഇട്ടപ്പോൾ നമുക്ക് കുറച്ച് പുറത്തോട്ടുള്ള മീൻസ് നമ്മളെ കേരളം അല്ലാതെ നമുക്ക് കർണാടക റീജിയനിലുള്ള ഒരു കുറച്ചെൻ്റെ ഈ പ്ലാന്റ് മേടിച്ചു. ഓക്കെ, അവർക്കൊക്കെ പൂത്ത ഫോട്ടോ ഒക്കെ 2-3 പേര് എനിക്ക് എടുത്ത് അയച്ചു തന്നു. ഇതാണ് ആ പ്ലാന്റ്. കാണാനൊരു പ്രത്യേക ബ്യൂട്ടിയൊക്കെ ഉണ്ട്. അതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് ഇങ്ങനെയാണ് കണ്ട, അല്ലെങ്കിൽ മൊട്ട് ഇങ്ങനെ ഇരിക്കും. അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വിരിഞ്ഞ് ഇത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല. ഫ്ലവേഴ്സൊന്നും കംപ്ലീറ്റ് ആയ ഫ്ലവർ നിപ്പുണ്ട്, അത് കാണിച്ചു തരാം. ഫുള്ള് വിരിഞ്ഞതായിട്ടുള്ള പൂക്കളാണ് കണ്ടത്. ഫുള്ള് വിരിയുമ്പോൾ അത് ഈ ഒരു ബ്യൂട്ടി ആവും. കണ്ട, നമ്മളതിൽ നിറച്ച് ഫ്ലവേഴ്സ് ഇപ്പം തന്നെ നിപ്പുണ്ട്. ഞാൻ 2-3 പ്ലേസിലാണ് കാണിച്ചത്, ഇനി ഒരു പ്ലേസിലുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം 4 പ്ലേസിലാണ് എൻ്റെ പ്ലാന്റ് വിരിഞ്ഞത്. നമ്മൾ ഒരുമിച്ചല്ല, പലയിടത്തുമായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതൊരു പ്ലാന്റ്, പിന്നെ വേറൊരു പ്ലാന്റ് ഇവിടെ വിരിഞ്ഞ് കിടപ്പുണ്ട്. കണ്ട, അപ്പോൾ അങ്ങനെ കുറേ പ്ലാൻസ് വിരിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കോൺടാക്ട് ചെയ്യാം. കോൺടാക്റ്റുള്ള നമ്പർ 9809806874 എന്നുള്ള വാട്സാപ്പ് നമ്പർ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് ഫ്ലവർ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമുക്ക് ഈ കാണപ്പെടുന്ന ഒരു പ്ലാന്റിന് നമ്മളിപ്പോൾ കൊടുക്കാനുള്ള ഒരു സ്പോട്ട്, ഇതിൽ വച്ചിരിക്കാൻ പറ്റിയൊരു സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വെയിലുള്ള സ്പേസിൽ വെച്ചേക്കുക. പിന്നെ കൂടുതൽ തൈ നിർത്തിയിരിക്കാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കുക. ഒരു പ്ലാന്റ് നിന്ന് കഴിഞ്ഞാലാണ് പെട്ടെന്ന് ഫ്ലവർ തരാൻ ചാൻസ് ഉള്ളത്. മാക്സിമം വെയിൽ കൊടുക്കുക. പിന്നെ നമ്മൾ പോട്ടിങ് ചെയ്യുന്ന സമയത്ത് ഉണക്ക ചാണകം കൂടെ ചേർത്താൽ മതി. നമ്മൾ വേറെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. മാക്സിമം നല്ല വെയിൽ കിട്ടുന്ന സ്പോട്ടിൽ നിങ്ങൾ വെച്ചോളുക. അടിപൊളിയായിട്ട് പൊടിച്ച് കയറി സെറ്റ് പൂക്കൾ നമുക്ക് തരും. അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാധനം ഇല്ലെങ്കിൽ ഒന്ന് മേടിച്ചോളുക. മേടിക്കാനുള്ള നമ്പർ 9809806874. പിന്നെ നമ്മൾ കൊറിയർ അയക്കുന്നുണ്ട്. താല്പര്യമുള്ള നമ്മളെ ഓർഡർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.